Praise the Lord. Praise the Lord. Praise the Lord. Thank you, Ben. ദൈവം അധികം അനുഗ്രഹിക്കട്ടെ. मैं प्रभु में आपको धन्यवाद देता हूं. प्रभु की महिमा आदर आपके साथ भी साथ रहे. മറ്റൊരു പ്രഭാതം കൂടി കാണുവാൻ സർവ്വശക്തനായ ദൈവം നമ്മോട് കൃപ ചെയ്തതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. एक प्रभात एक भोर की समय प्रभु ने हमारे लिए दान दिया है. इसी कारण में हम धन्यवाद करें. ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചനം യൂദായുടെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. आज सुबह ही वक्त की हमारा परमेश्वर की वचन की मनदाई के लिए यूदा की पत्री तीसरा पद में से हम मनन करें. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. यहाँ पर लिखा है योद्धा और उसकी पत्री, ऐसे तीसरे पद में है प्रियो, जब मैं तुम्हें उस उद्धार के विषय में लिखने में अत्यंत परिश्रम से प्रयत्न कर रहा था, जिससे हम सब सहभागी है, तो मैंने तुम्हें यह समझाना आवश्यक जाना कि उस विषय विश्वास के लिए पूरा यत्न करो जो पवित्र लोगों को एक ही बार सौंपा गया था. വളരെ മനോഹരമായിട്ടുള്ളതായ ഒരു ലേഖനം അത്രേ യൂദായുടെ ലേഖനം. एक अच्छे मनोहर रूपी एक पत्री है यूदा की पत्री. എന്നാൽ അധികം ആരും ഈ യൂദായുടെ ലേഖനം വായിക്കാറില്ല. अधिक से अधिक यहूदी की वो पत्री पढ़ता नहीं, समझाता नहीं, सिखाता नहीं. ചിലർ വിചാരിക്കുന്നത് ഇസ്കര്യോത്താവായ യൂദായുടെ ലേഖനമായിരിക്കും എന്നുള്ളതായ ഒരു തെറ്റിദ്ധാരണ ചിലർക്കെങ്കിലും ഉണ്ട്. कई लोग ऐसे मन लगते हैं और यीशु मसीह को पकड़वाया दिया जो यहूदी है यही व्यक्ति कहकर ज्यादा सिखाने के लिए लोग आएगा नहीं. ഏതോ ഒരു മാതാവ് ഇങ്ങനെ പറഞ്ഞു പോലും യൂദ വളരെ ദുഷ്ടനാണ് എങ്കിലും അവൻ നല്ല ഒരു ലേഖനം തന്നിട്ട് പോയല്ലോ എന്ന്. एक माता ने इसी प्रकार कहने लगी यूदा यहूदी यीशु मसीह को पकड़वाने दिया है, फिर भी एक अच्छा पत्री लिखे हमें दिया, पर बात में गया. എന്നാൽ ആ മാതാവിന് തെറ്റിപ്പോയി. जो माता को और गलत शिक्षा मिला. ഈ യൂദ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സഹോദരനും യാക്കോബിന്റെ സഹോദരനും അത്രേ. यही यूदा यीशु मसीह और याकूब की भाई है. എന്നാൽ ഈ യൂദ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് യേശുവിൽ വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. ये यहूदा यीशु मसीह जिंदा था, उसी समय में यीशु में भरोसा या विश्वास नहीं किया था. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുവിൽ വിശ്വസിച്ചു. यीशु मसीह की पुनरुत्थान की बाद में ये यहूदा मसीह पर विश्वास किया. AD 69 എഴുതപ്പെട്ടതായ ലേഖനമാണ് ഈ ലേഖനം. और AD 59 में लिखा हुआ पत्री है. അദ്ദേഹം ഇവിടെ പറയുന്നത് പൊതുവായുള്ളതായ രക്ഷയെക്കുറിച്ചും പൊതുവിലുള്ളതായ വിശ്വാസത്തെയും കുറിച്ച് അത്രേ. और वहां पर आमतौर पर की बात विश्वास और जिंदगी के बारे में लिखा गया है. വിശ്വാസികൾക്ക് പൊതുവിലുള്ളതായ വിശ്വാസം. और विश्वासियों को आमतौर पर जो विषय लिखी है, ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ പുതിയ നിയമത്തിന്റെ ഉള്ളടക്കത്തിലുള്ളതായ വിശ്വാസം.
नए नियमों में नए सिरे से जन्म पाने के लिए यीशु मसीह में भरोसा रखने का यही विश्वास। അത് ഈ വചനത്തിൽ നാം വിശ്വസിക്കുന്നത് കൊണ്ട് അത് നമുക്ക് പൊതുവായുള്ളതായ രക്ഷയ്ക്ക് മുഖാന്തരമായി തീരും. यही वचन पर विश्वास रखते हैं, भरोसा रखते हैं, इसी कारण में आम लोग सबके लिए लिखा हुआ विश्वास। ഈ വചനം ദൈവം തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. ये वचन पवित्र लोगों के लिए लिखा गया है। ഈ വിശുദ്ധന്മാർക്ക് വേണ്ടി നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നത് നമ്മളും വിശുദ്ധന്മാരത്രേ. हम विश्वास करते हैं हम पवित्र लोग हैं। എന്തിനു വേണ്ടിയാണ് ഈ അവരെ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ ഏൽപ്പിച്ചതായ വിശ്വാസം നമ്മിൽ അവർ പകർന്നു തന്നു. और ये विश्वास जब मैं तुम्हें उस उद्धार के विषय में लिखने में अत्यंत परिश्रम से प्रयत्न कर रहा था। നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് ലഭിച്ചതായ ആ വെളിച്ചം, ആ സുവിശേഷത്തിന്റെ വെളിച്ചം, ആ വിശ്വാസം അവരുടെ തലമുറകളിലേക്ക് നമ്മിലേക്ക് പകർന്നു തന്നു. माता पिताओं ने जिन विश्वास पर भरोसा रखते हैं, जो विश्वास अपना बच्चों बाल बच्चों को समझाते हैं, सिखाते हैं, वो ही विश्वास। അവരെ നമ്മെ വളരെ അച്ചടക്കത്തോടുകൂടി ആ ഒരു ക്രിസ്തീയമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വളർത്തിയതായ നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. अच्छे सिखावत दे शिक्षा दिया देता है, जो बाल बच्चों को पालन पोषण किया, संभाला, अच्छा माता पिताओं के लिए मैं धन्य कहते हैं। നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ വിശ്വാസത്തിന്റെ വചനം, ഈ സത്യവചനം അടുത്ത തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നതിനും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. हमें मिला हुआ जो अच्छे वचन हमारा आगे पीढ़ी को भी सिखाना समझाना हमारा कर्तव्य है। ഇവിടെ പറയുന്നത് ഈ വിശ്വാസത്തിന് വേണ്ടി നാം പോരാടണം എന്നത്രേ. ये विश्वास के लिए हम लड़ना ये वचन दिया है। ഈ വചനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു ഡിപ്പോസിറ്റ് ആയിട്ട് കർത്താവ് നൽകിയിരിക്കുന്നു. അതിനെ നാം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ये वचन मतलब हमारा हृदय के अंदर, हृदय की मांस पाटियाओं में लिखे रखा है, जो वचन के बारे में बताया है। അപ്പോ വിശ്വാസത്തിന് വേണ്ടി നാം പോരാടുന്നത് എന്തിന് എന്ന് നമുക്ക് ചിന്തിക്കാം. तो ये विश्वास जिन काम कार्य के लिए है उसके बारे में हम मनन करें। യേശു ക്രിസ്തു ഇങ്ങനെ ഒരു ഡൗട്ട് പ്രകടിപ്പിച്ചു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഈ ലോകത്തിൽ വിശ്വാസം കാണുമോ എന്ന്. यीशु मसीह जिंदा था, सेवकाई में कार्य में थे, तब यीशु ने एक वचन दिया, माँ यीशु मसीह वापस आएंगे, तब मनुष्यों के बीच में विश्वास अटल रहेगा ना रहेगा। നമ്മുടെ വിശ്വാസത്തെ കവർന്നെടുക്കുവാൻ തക്കവണ്ണം അത് നാം കേൾക്കുന്ന വചനങ്ങൾ നമ്മിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ തക്കവണ്ണം സദാ ജാഗരൂകനായിരിക്കുന്നതായ ഒരു പിശാചത്രേ, സാത്താനത്രേ നമുക്ക് പ്രതിയോഗിയായിട്ടുള്ളത്. हमारे जिंदगी में प्रभु ने ठहराया हुआ जो विश्वास छुप रहने के लिए ये शैतान जागते ही रहते हैं। നമുക്ക് കർത്താവിന്റെ വചനത്തിൽ വിശ്വാസം ഉണ്ടാകണം. हमारा मसीह की वचन में विश्वास होना हमारा फर्ज है। പത്രോസിനെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു, അദ്ദേഹം കടലിലൂടെ നടന്നു എന്ന്. अरे उन्होंने പറഞ്ഞ പത്രോസ് കടലിലൂടെ നടന്നു. प्रेरित पत्रोस के बारे में यही बात दिया है, और समुद्र में पानी में चलने दिया है। കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത്രേ താൻ നടക്കുവാൻ ശ്രമിച്ചത്. मसीह की वचन के आधार पर पत्रोस ने जल में चलने दिया। എന്നാൽ പിന്നീട് അദ്ദേഹം സംശയിച്ചു, അതുകൊണ്ട് താൻ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായി.
पतरोस ने चलते रहा। उसी घड़ी में शक उनका मन में आया, तब डूब ना पाया। പത്രോസ് ആ വചനത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് നടന്നിരുന്നുവെങ്കിൽ ആ അബദ്ധം വരിയില്ലായിരുന്നു. पतरोस मसीह की ओर देखते हुए चलते फिरते थे। ऐसा होवे तो गिरने का अवसर नहीं होने वाले थे। വിശ്വാസ ജീവിതത്തിൽ നാം വീണു പോകാതിരിക്കുവാൻ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് നാം മുന്നേറേണ്ടിയിരിക്കുന്നു. विश्वास योग्य रहेगा तो वो वचन में स्थिर रहेगा तो मसीह के चेहरे की ओर देखते हुए आगे विदा सकते हैं। ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വന്നു. വിശ്വാസത്തോടുകൂടി എത്രയാ വന്നത്? जो 100 लोगों की अधिपति जो मसीह की ओर आया, इतनी गहराई विश्वास के साथ आया है। അവൻ പറഞ്ഞു താൻ ഒരു അധികാരമുള്ളതായ ഒരു ഉദ്യോഗസ്ഥനാണ്. യേശുവിന്റെ അധികാരത്തെ കുറിച്ചും അവന് ബോധമുണ്ടായിരുന്നു. वो एक अधिकारी है जो मसीह की अधिकार के बारे में जानकारी है। അതുകൊണ്ട് അധികാരത്തോടുകൂടി യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ തന്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് താൻ വിശ്വസിച്ചു. वो इतना आज्ञाकारी है, जो मसीह आज्ञा देगा तो उनका पुत्र को छगाई मिल जाएंगे। വചനത്തിൽ അത്ര ദൈവശക്തി വെളിപ്പെടുന്നത്. वचन में परमेश्वर की सामर्थ्य को प्रकट करते हैं। ഇവിടെ യൂദായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നാം ഫൈറ്റ് ചെയ്യണം, നാം പോരാടണം എന്ന്. और यहूदी की पुस्तक में विश्वास के लिए लड़ना, लड़ चुकना। ഇവിടെ അതിന്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ ധാർമ്മികത എന്ന് പറയുന്നത് എന്താണ്? തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ലംഘിക്കുക എന്നുള്ളത് അത്രേ. और बाइबल में धार्मिकता के बारे में बताया है, जो उल्लंघन करना यही काम आजकल के दिन है। ഇന്നത്തെ ലോകത്തിന്റെ പൊതുവെയുള്ളതായ ചിന്താഗതി എങ്ങനെ ബൈബിൾ എന്ത് പറഞ്ഞിരിക്കുന്നു അതിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. आजकल के दिनों में मनुष्यों की यात्रा, मनुष्य की विश्वास बाइबल में क्या लिखा है उसका उल्लंघन करना काम है। ഇന്ന് ലോകത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതായ തത്വചിന്തകളും അതുപോലെ പിന്നെ മോഡേൺ ട്രെൻഡ് എന്ന് പറയുന്നത് അതത്രേ. आजकल दिन में प्रचार होते हैं बाइबल के अंदर की नहीं, और अत्याधुनिक जिंदगी की बात प्रचार देते हैं. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചതോടുകൂടിയും അനേകം ഇംഗ്ലണ്ടിലെ അനേകം വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസ ത്യാഗം നടത്തി. डार्विन ने एक सिद्धांत लाया था, तो मनुष्य ऐसे उत्पन्न नहीं और बंदर हो कुछ चीजों से रूपांतर होकर आया है, ये प्रचार दिया. इंग्लैंड में बहुत सारे लोग मसीह की वचन को त्याग की है. അദ്ദേഹത്തിന്റെ സഭ സന്ദർശിക്കുന്നതിന് എനിക്ക് ഇന്നുള്ള സഭ സന്ദർശിക്കുന്നതിനുള്ള അവസരം എനിക്കുണ്ടായി. परमेश्वर के दास को डार्विन की वो मंडली और देखने के लिए वहां पर जाने के लिए एक अवसर परमेश्वर के दास को मिला था. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ എന്നോട് പറഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് 8000-ലധികം വിശ്വാസികൾ തന്റെ സഭയിൽ നിന്നും മാറിപ്പോയിരുന്നു. वो डार्विन की मंडली में एक दिन में इसका ये उपदेश लाया, गलत शिक्षा लाया. इसी कारण में 800 से भी अधिक विश्वासियों अपना मंडली से निकल गई है. ആ സഭയുടെ വലിപ്പം 8-1 ചുരുങ്ങി എന്ന് പറഞ്ഞു. वो मंडली की सीमा 8 से 1 भाग होकर और संकोचित हो गया है. പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ വരുമ്പോൾ, പുതിയ പുതിയ ചിന്താഗതികൾ വരുമ്പോൾ ആളുകൾ വിശ്വാസത്യാഗം നടത്തുന്നത് ഈ നാളുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. जो नए नए तौर पर उपदेश आता है, इसी कारण में बहुत सारे लोग मसीह की वजह से खो जाते हैं, चले जाते हैं.
ഇംഗ്ലണ്ടിന്റെ ചരിത്രം ചിന്തിക്കുമ്പോൾ ലോകമെങ്ങും സുവിശേഷം എത്തിക്കുന്നതിന് വേണ്ടി അനവരതം പ്രയത്നിച്ചതായ ഒരു ചരിത്രം അത്രേ അവർക്കുള്ളത്. इंग्लैंड देश में मसीह की वचन की घोषणा के लिए उनका पुरखाओं ने इतनी मेहनत की थी. ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് എലിസബത്ത് രാജ്ഞി ഒരു കപ്പൽ നിറച്ച് മിഷണറിമാര് യാത്രയാക്കുന്നതായ ഒരു ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതായ ഒരു ചിത്രം എനിക്ക് കാണുന്നതിനിടയായി തീർന്നു. और एक बार एलिजाबेथ राज्ञी ने एक जहाज पूरा मिशनरियों के अर्थ परमेश्वर की सेवकाई करने वाला सेवकों को और फ्लागों कर कर उनको भेजता है. एक चित्र परमेश्वर के दास देखा है. എന്നാൽ ചരിത്രത്തിൽ പലവിധമായ സംഭവങ്ങൾ, അതായത് ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധത്തിലൊക്കെ ഏകദേശം 12 ലക്ഷത്തോളം പുരുഷന്മാരത്രേ അവർക്ക് നഷ്ടമായത്. और युद्ध लड़ने के कारण पहले और दूसरा जो युद्धों में अनेक हजारों सेनाओं को उन्होंने नष्ट पाया है. അവിടെ പുരുഷന്മാരുടെ കുറവ് നികത്തുന്നതിന് വേണ്ടി പാകിസ്ഥാനിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വളരെയധികം ആളുകളെ അവിടെ കുടി പാർപ്പിച്ചു. वहां पर पुरुषों की संख्या कम हो गया. मृत्यु के कारण कम होने का पाकिस्तान और इत्यादि जगहों में से पुरुषों को वहां पर लाया और स्त्री को पति बनाने के लिए. സ്ത്രീകളുടെ ഇടയിൽ വല്ലാത്ത നിരാശ ഉണ്ടായി. वो स्त्रियों का बीच में बहुत सारे निराशा हुई. അവർ പല ജാതികളുമായിട്ടൊക്കെ ഇടപെടുന്നതിനിടയായി തീർന്നു. अन्य जातियों के साथ संपर्क होने पाया. അങ്ങനെ വിശ്വാസത്തിലെ ഒരു വലിയ ഇടിവ് സംഭവിച്ചു. विश्वास में एकदम कमजोर पाया. മിക്കവാറും ആളുകളൊക്കെ തന്നെ പുതിയ തലമുറയൊക്കെയും നിരീശ്വരവാദികളെന്ന് അഭിമാനിക്കുന്നു. और आगे पीढ़ी आया और मसीह रहने वाले वहां पर पाया. വിശുദ്ധന്മാര് പടുത്തുയർത്തിയതായ ദൈവാലയങ്ങൾ ശൂന്യമായി കിടക്കുന്നു. पवित्र लोग बनाकर खड़ा किया, आराधनालय तोड़ फोड़ किया और उसको सुखापन हो गया. പണമുള്ളതായി അറബികൾ വിലയ്ക്ക് വാങ്ങി അവരുടെ മോസ്കുകളും മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയും നിശാ ക്ലബുകളും ഒക്കെ ആക്കി മാറ്റിയിരിക്കുന്നു. परमेश्वर की आराधनालय अन्य जातियों ने खरीद लिया और मुस्लिम मंदिर बनाया और अन्य क्लब बनाकर उनको सत्यानाश किया. അന്നത്തെ ഇംഗ്ലണ്ടിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് आजकल की अवस्था वो ही होते हैं. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അനുസരിച്ച് ജീവിക്കണം എന്നല്ല, അവനവന് തോന്നുന്നത് പോലെ ജീവിച്ചാൽ മതി എന്നുള്ളത്ര പൊതുവായുള്ളതായ ഒരു ചിന്ത. वचन के आधार पर जाने का नहीं और अपने इच्छा पर, अपने मनमर्जी की आधार पर जाने के लिए उन्होंने आग्रह की है. അതെ, തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത് എന്ന്. बाइबल में, बाइबल के इतिहास यही सिखाते हैं, ये वचन छोड़कर देखने या भाई मोड़ना नहीं. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പഴയ നിയമത്തിൽ നാം ശിംശോനെ കുറിച്ച് വായിക്കുന്നു. पुराना नियम में शिमशोन के बारे में सिखाते हैं. ശിംശോൻ ന്യായാധിപനായിട്ട് വാഴുന്നതായ ആ കാലഘട്ടത്തിൽ शिमशोन जो व्यक्ति न्यायीश होकर बैठा हुआ समय, അവൻ മാതാപിതാക്കളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ माता पिता के साथ यात्रा करने की समय, അവൻ അന്യജാതിയിൽപ്പെട്ടതായ ഒരു സ്ത്രീയെ കാണുകയും അവളോട് ഇഷ്ടപ്പെടുകയും അവളെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പിതാവിനോട് വാശി പിടിക്കുകയും ചെയ്തു. वो पराया देवी देवताओं को पूजा करने वाला एक स्त्री को देखने में माता पिता को ये कहने लगा, वो स्त्री को मुझे विवाह करना. അപ്പൊ ന്യായാധിപനായിരിക്കുന്നതിന് വലിയ ഉത്തരവാദിത്വം ദൈവം അവനെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തി അത്രേ. न्यायीश होकर प्रभुता करते हैं. यहोवा परमेश्वर ने उनका ऊपर सौंपा हुआ बड़ा महत्वपूर्ण काम है. പിന്നെ
അതുപോലെ മറ്റേ പല സ്ത്രീകളെയും കുറിച്ച് നമുക്ക് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. और अन्य स्त्रियों का साथ संबंध रखा है, उसका बारे में भी बाइबल में पाया जाता है. ആ വചനം വിട്ട് വിശ്വാസം വിട്ട് അവൻ മാറിയത് നിമിത്തം അവന്റെ ജീവിതത്തിലുള്ളതായ ദുരന്തങ്ങൾ എത്രയെന്ന് നമുക്കറിയാമല്ലോ. वो उसके बारे में गिरावट क्या हुई, इसके बारे में हमको जानकारी है. അവന് അവസാനമായിട്ട് അവന്റെ കണ്ണും എല്ലാം അവര് ചൂഴ്ന്നെടുത്തു. അങ്ങനെയുള്ളതായ ദയനീയമായ മാവ് അരയ്ക്കുന്നതായ ജോലിയൊക്കെ അവനെ കൊണ്ട് ചെയ്യിച്ചു. और शैतान ने, अन्य शत्रुओं ने उनको घेर लिया है, उनका आंख को फूट दिया है और विविध प्रकार की क्लेश दिलाया और चक्की में आटा पीसने का काम उनका ऊपर सौंप दिया है. ന്യായാധിപന്മാരുടെ പുസ്തകം 16:28 നോക്കാം. न्यायीश की पुस्तक और 16वां अध्याय 30वां पद में हम देख सकते हैं. അവന് ഇങ്ങനെ അവസാനമായിട്ട് ദൈവത്തോട്, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ, ദൈവമേ, ഞാൻ എന്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. मोही ने ऐसी प्रार्थना किया, यहोवा परमेश्वर, तूने पहले मुझ पर कितनी शक्ति सामर्थ्य है, वापस एक ही बार दे और ये शत्रुओं को प्रतिकार करने के लिए. അത് ശിംശോന്റെ കൂത്തുകാഴ്ച കാണുന്നതിന് വേണ്ടിയും 3000-ലധികം ആളുകൾ അവിടെ വന്നുകൂടിയിരുന്നു. और शिमशोन को खिलावट के लिए रखा है. शिमशोन का खेल कूद देखने के लिए बहुत सारे लोग वहां पर इकट्ठा हो गया. നിസ്സഹായമായ അവസ്ഥയിൽ അവൻ ദൈവത്തോട് നിലവിളിച്ചു, ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന്. और शिमशोन ने अंतिम समय में वापस यहोवा की ओर देखा, यहोवा को कहने लगा, मैं गलती की, इसी कारण में मेरा हाल ऐसी हुई, एक बार तेरी शक्ति सामर्थ पलटा करने के लिए मुझे दे. ഒരിക്കൽ കൂടി അവന് ശക്തി നൽകിയപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തൂടും, ഒന്ന് വലം കൈ കൊണ്ടും മറ്റൊന്ന് ഇടം കൈ കൊണ്ടും ശിംശോൻ പിടിച്ച് അവയോട് ചാരി. और इनको खेल कूद करने के लिए बड़ा शामियाना डाला, उसका बीच में खड़ा किया, वो खंबा की ओर शिमशोन को लाया है. അവൻ മരണസമയത്ത് വന്നത് ജീവകാലത്ത് വന്നതിനേക്കാൾ അധികമായിരുന്നു. और उनका मृत्यु के समय सताया, जिंदा रहा उसी समय सताया हुआ लोगों से भी अधिक लोगों को सताने दिया. വഴിവിട്ട ജീവിതം നയിച്ചു എങ്കിലും അവനോട് ദൈവം കരുണയുണ്ടായിട്ട് അവന്റെ പ്രാർത്ഥന കേട്ട് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ നമുക്ക് ശിംശോന്റെ പേരും കാണുവാൻ കഴിയും. और शिमशोन ने परमेश्वर की हुकूमत उल्लंघन किया, फिर भी अंतिम समय में प्रभु ने इस्तेमाल किया, विश्वास की शूरवीरों के साथ उनका नाम भी लिखा गया. ശിംശോനെ പോലുള്ള ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കേട്ട ദൈവം നിശ്ചയമായിട്ടും നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് ക്ഷമിച്ച് നമുക്ക് പാപക്ഷമ തന്ന് നമ്മെ പിന്നെയും സ്വീകരിക്കുന്നത് അത്രേ. और हम की बताया यही बात है, शिमशोन ने उल्लंघन किया, त्याग, यहोवा ने त्याग किया. शिमशोन ने यीशु को अपना परमेश्वर से भरोसा रखा, प्रार्थना किया, इसी कारण में प्रभु ने उनको वापस की. जो बात आजकल दिनों में हमारा कार्य काम भी ऐसे ही होना चाहिए. ഇന്ന് സ്വാതന്ത്ര്യത്തോടു കൂടി സത്യവചനം പറയുവാൻ പല തടസ്സങ്ങളുമുണ്ട്. आजकल दिनों में आजादी के साथ सुसमाचार की घोषणा करने के लिए और हमारे लिए अनुमति नहीं मिलता है. ആളുകളുടെ ജീവിതത്തിലുള്ളതായ ഇരുട്ട് മാറുവാൻ, നിരാശ മാറ്റുവാൻ തക്കവണ്ണം പര്യാപ്തമായിട്ടുള്ളതായ ഈ ലോകത്തിന്റെ വെളിച്ചമായിട്ടുള്ള ഈ വചനം പ്രസംഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് അത് ഹെയ്റ്റ് സ്പീച്ചാണ്, അത് മറ്റുള്ളവർക്ക് വെറുപ്പ് ഉണ്ടാക്കുന്നതാണ് ദൈവവചനം, ബൈബിൾ എന്നത്രേ ചിലർ വ്യാഖ്യാനിക്കുന്നത്. जो परमेश्वर की वचन ज्योति है, ज्योतिर्मय है,
ये अंधकार में डूबे हुए लोगों को ज्योति दिखाने के लिए है, लेकिन लोग कहते हैं उसका ऊपर भरोसा रखना नहीं, हमारे ऊपर भरोसा रख। അതുകൊണ്ട് അങ്ങനെ യേശുക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നൊക്കെ പറയുന്നത് വളരെ കുറ്റകരമായിട്ട് അത്ര ഇന്ന് ചിത്രീകരിക്കുന്നത്. आज के दिनों में यही बात होती है, मसीह के शब्द से सांसारिक शब्द में अधिक प्रेम देखते हैं, उसकी तरफ से तुमको उद्धार मिल जाएंगे। അതുകൊണ്ട് ഈ ശിംശോനെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് അവന് ദൈവം ക്ഷമിച്ചു, അവൻ ദൈവത്തോടുള്ള വിശ്വാസം മുറുകെ പിടിച്ചു, അവന് അത് അനുഗ്രഹമായി തീർന്നു. शिमशोन के बारे में यही वचन देते हैं, उल्लंघन किया, इसकी दंड पाया। अंतिम समय में शिमशोन ने यहोवा की ओर प्रार्थना की, यहोवा ने उनको जवाब दिया। यही बात दर्शाता है हमारा जीवन में भी मसीह की महिमा से रहित होवे तो मसीह को शब्द अपनाए, मसीह हमारा पाप अपराधों को ढांपते हुए अनुग्रह करेंगे। ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ, നമ്മുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഹിമത്തെ പോലെ യേശു വെളുപ്പിക്കും. और किस समय ये संदेश देने का समय है, हमारा मसीह की ओर हम फिरे, देख के मन फिराए, मसीह हमारे ओर आएंगे। അതുകൊണ്ട് നമുക്ക് നമ്മെ ദൈവം എന്നേക്കുമായി തള്ളിക്കളയുന്നില്ല. നാം ശിംശോനെ പോലെ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഈ ദൈവം मानो हमारा जीवन में मसीह से रहित है तो परमेश्वर मसीह की नाम पुकारते हुए चिल्लाए, हमारा अपराधों को ढांपते हुए मसीह की महिमा और उसमें पाते हुए आगे बढ़ सकते हैं. ഞാൻ ഈ പറഞ്ഞു വന്നത്, വിശ്വാസം എന്ന് പറയുന്നത് ഇന്ന് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നത്രേ. आजकल की हमारा विश्वास को शत्रुओं ने घर लेते हैं. അതുകൊണ്ട് നാം വിശ്വാസത്തിന് വേണ്ടി പോരാടണം, ഫൈറ്റ് ചെയ്യണം. इसी कारण में हम विश्वास के लिए युद्ध करना. പല പാപപ്രവർത്തികൾ ചെയ്യുന്നതായ സഭാംഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ, സഭയിൽ വരുന്നതായ ആളുകളെ കുറിച്ച് പറയുമ്പോൾ, അവര് പാപകരമായ ജീവിതം നയിക്കുന്നു എങ്കിൽ തന്നെയും അവരെ ഗുണദോഷിക്കുന്നതിന് ഒന്നും സഭാ ശുശ്രൂഷയിലുള്ളതായ ആളുകൾ പലപ്പോഴും തയ്യാറാകുന്നില്ല. और मंडली में गलत शिक्षा देते दिया, गलत रीति पर जाते हैं जो लोग मंडली में आते हैं, आजकल की सेवकों ने उनको गुना, उनका दोष को मिटाने के लिए शिक्षा देता नहीं है. വചനവിരുദ്ധമായിട്ടുള്ളതായ പാവപ്രവൃത്തികൾ ഏർപ്പെടുന്ന വ്യക്തികളെ സഭ ഇന്ന് സഹിക്കുന്നു, ടോളറേറ്റ് ചെയ്യുന്നു. पाप और अपराध में जाते हैं जो लोग किया करता है, जो गुना को समझाते हुए उनको मसीह की ओर देखने के लिए शिक्षा देता नहीं, और बैठ जाओ, मिलने का आवक हमको मिले, हम वहां मर जाए. മഹാപാപികളായ വ്യക്തികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് വളരെ ടോളറേറ്റ് ചെയ്യുന്നതായ അത് സഹിക്കുന്നതിന് ഇന്നത്തെ സഭ തയ്യാറാകുന്നു. महापापी अपराधी गुनाह करते हैं, वो लोगों को मंडली वालों ने और हाथ मिलाकर सहज रहते हुए, और कुछ लोग आगे ऐसे ही बैठते हैं. പല പാപപ്രവൃത്തികളെയും അത് തെറ്റാണെന്ന് പറയുവാൻ ചങ്കൂറ്റമുള്ളതായ ദൈവദാസന്മാരോ പുരോഹിതന്മാരോ ഇന്ന് അധികമായി കാണാനില്ല. आज के दिनों में यही बात है, कोई विश्वासी या पासवान गलत शिक्षा पर जाते हैं, उनका सीधा शिक्षा देते हुए आगे लाने के लिए हक नहीं रखते हैं. അവർ പറയുന്നത് ഇറ്റ്സ് ഓക്കെ, എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് അങ്ങനെ അല്ല ദൈവം അത് കാണുന്നത്. और आज के दिनों में मंडलियों ने बताता है, हाँ ठीक है, सही है, और उनको कुछ ना हुई हो मंडली में आते रहना, यही कहकर
उनका मालिश पॉलिश करते हैं। പാപം പാപമാണെന്ന് പറയുവാൻ, സത്യം അത് ഉള്ളതുപോലെ പറയുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ one day God will judge you. और पाप है, गुनाह है, गलत है, शिक्षा पाना चाहिए, ये बात सिखाता नहीं है। ऐसा सिखाएगा नहीं है तो वो लोग नरक में जाएंगे। ഇന്ന് ഈ ലോകത്തിൽ അധർമ്മ മൂർത്തിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. आज के दिनों में हम देखते हैं अधर्मी मूर्ति को रखते हैं और पाप अपराध में लोग जाते हैं। അധർമ്മമൂർത്തിയും നാശയോഗ്യനും അത് വെളിപ്പെടുവാൻ പോവുകയത്രേ ചെയ്യുന്നത്. അതിനെ തടയുന്നത് സഭയത്രേ. अधर्म मूर्ति इसके बाद मसीह सिवा जाते वो काम प्रकट होने के लिए समय निकट है, जो उनका शक्ति को ढांपने के लिए कोई किसी आगे आया आता नहीं है। കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് അധർമ്മമൂർത്തി വെളിപ്പെടും. मसीह की दूसरे आगमन के पहले जो अधर्म मूर्ति, इसका बारे विरोधी, जो शैतान की और बड़ा मालिक प्रकट होने का समय यहाँ पहुंचा है। ആന്റി ക്രൈസ്റ്റിന്റെ പ്രവർത്തനത്തെ വരവിനെ തടയുന്നത്, താമസിപ്പിക്കുന്നത് സഭയത്രേ. शैतान की प्रथम और वो अधर्म मूर्ति जो काम कार्य करने के लिए समय यहाँ पहुंचा है। സഭയെ അതിനു മുമ്പായിട്ട് ദൈവം വാനമേഘത്തിൽ എടുക്കപ്പെടും. उसका काम कार्य यहाँ पर प्रकट होने का पहले मसीह के लिए, उनका शब्द के लिए जागते हैं, उनको स्वर्ग राज्य में उठा लिया जाएगा। അതുകൊണ്ട് ഈ അന്ത്യനാളുകളിൽ നാം വിശ്വാസത്തിന് വേണ്ടിയും ശക്തമായിട്ട് പോരാടേണ്ടിയിരിക്കുന്നു. इसी कारण में अंतिम समय में विश्वास के लिए लड़ना हमारा कर्तव्य है। എന്താ നാം വിശ്വാസത്തിന് വേണ്ടി പോരാടണം, ഫൈറ്റ് ചെയ്യണം എന്ന് പറയുന്നത്? കാരണം അത് 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 വിശ്വാസം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. हमारा विश्वास शैतान ने घेर लेते हैं, इसी कारण में मसीह के विश्वास में अटल रहने के लिए मल्ल युद्ध करना, അത് വിശ്വാസ ജീവിതത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്നത് കൊണ്ട് അതിനെ വിശ്വാസത്തിന് വേണ്ടി നാം പോരാടേണ്ടിയിരിക്കുന്നു. विश्वास जिंदगी इतना खतरनाक में है, इसी कारण में उसमें से बचाने के लिए लड़ना हमारा काम है। നമുക്കറിയാമല്ലോ, ചെന്നായ്ക്കള് ആട്ടിൻ തോലിട്ടതായ ചെന്നായ്ക്കള് സഭയിൽ കടന്നു വരുമെന്ന് യേശു പറഞ്ഞു. इससे वचन में मसीह ने यही दिया, जो भालू हमारा मंडली में इतनी शक्ति प्रभावशाली होकर मंडली में आ जाएंगे। 2 കൊരിന്ത്യർ 12:13 ഇങ്ങനെ വായിക്കുന്നു, കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രയും. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. और दूसरा कोरिन्थी 2 कोरिन्थियर അതിന്റെ 11:13-14 11वां अध्याय और 13 और 14वां पद में, क्योंकि ऐसा लोग झूठे प्रेरित और छल से काम करने वालों और मसीह के प्रेरितों का रूप धरने वाले हैं। यह कुछ अचंभे की बात नहीं, क्योंकि शैतान आप भी ज्योतिर्मय स्वर्गीय दूत का रूप धारणा करता है। സാത്താന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. और यहाँ पर बताया यह कुछ अचंभे की बात नहीं, क्योंकि शैतान आप भी ज्योतिर्मय स्वर्गीय दूत की रूप धारणा करता है। ഇന്ന് അനേകം ക്രിസ്തീയ സമൂഹങ്ങളും കൾട്ടുകളായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. आज के दिनों में मसीह की नाम लेकर अच्छा सेवकाई शुरू की, लेकिन आजकल वो गंभीर हाल में गिर पड़ते हैं। അത് അനേകരെ വഴിതെറ്റിക്കുന്നതായ പ്രസ്ഥാനങ്ങളായിട്ട് മാറുന്നു.
अनेक विश्वासियों को रास्ता रास्ता तोड़ने के लिए यही एक रास्ता बन देते हैं। അവർ ജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിന് പകരം തങ്ങളിലേക്ക് അത്രേ നയിക്കുന്നത്. लोगों को मसीह की ओर फिरने की बदले अपनी ओर देखने के लिए उन्होंने सिखाते हैं। അവരുടേതായ സങ്കുചിതമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു. और उनका मन भावनी है, चेतावनी है, और उनका स्वयं ईश्वर की सामर्थ्य दिखाते हैं। उनकी घर लेने, उनका साथ मिलने के लिए उपदेश देता है। അതുകൊണ്ട് കള്ളപ്രവാചകന്മാര് ധാരാളമായിട്ട് ഇന്ന് സഭയിൽ പ്രവർത്തിക്കുന്നുണ്ട്. झूठे भविष्यवाणी देने वाला भविष्यवक्ता आजकल दिनों में मंडली के अंदर बहुत सारे हैं। അപ്പൊ ഈ പ്രസ്ഥാനങ്ങളൊക്കെയും മനുഷ്യരിലേക്ക് എത്ര, ദൈവത്തിലേക്കല്ല, ക്രിസ്തുവിലേക്കല്ല, മറിച്ച് ഈ വ്യക്തികളിലേക്ക് എത്ര അവര് ജനത്തെ നയിക്കുന്നത്. ये व्यक्तियों ने ऐसे काम सिखाते हैं, मसीह की ओर ना देखना, हमारी ओर देखना, मंडली बढ़ना, आपकी इच्छा पर जाना। സുവിശേഷ വേലയിൽ വളരെ പേരെടുത്തതായ ഇന്റർനാഷണൽ അനേകം ദേവദാസന്മാര് വഴിതെറ്റിപ്പോയതായിട്ട് അതിന്റെ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. आजकल दिनों में यही रिपोर्ट आते हैं, विश्वास से योग्य रहकर इतने सेवकाई में बढ़ते परमेश्वर के दासों को आजकल दिनों में शैतान के वश में गिर गई है। അവർ ചെയ്യുന്നത് പിശാചിന്റെ പ്രവൃത്തി എത്രയും. उन्होंने किया करता है शैतान की काम है। പലരെയും അത് ലൈംഗികമായി അവർ പീഡിപ്പിക്കുന്നു. कई लोगों को और विचार की काम के लिए उन्होंने प्रेरणा देता है। അങ്ങനെ ഇതിനെതിരായിട്ട് സഭ ജാഗ്രതയുള്ളവരായിരിക്കണം. इसके बदले और जागृत होकर मसीह में विश्वास करने वाला रहना उचित है। വിശ്വാസത്തിന് വേണ്ടി നാം പോരാടുമ്പോൾ നാം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് നമുക്കവിടെ സംരക്ഷിക്കപ്പെടേണ്ടത് നമുക്ക് ചിന്തിക്കാം. विश्वास के लिए लड़ते हैं, विश्वास के लिए लड़ने की कारण मिलने के लिए क्या करना, ये बात आगे हम चिंतन करेंगे. നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ അരക്ഷിതാവസ്ഥയെ കുറിച്ച്, സ്വയമായിട്ട് അവനെ രക്ഷിക്കുവാൻ കഴിയാത്തതായ ഒരവസ്ഥയിൽ മനുഷ്യൻ ആയിരിക്കുന്നു എന്ന സത്യം. आज के दिनों में अपना आपकी और गिरते और गुनाह की बात समझाता नहीं है, स्वीकार करता नहीं है. ഈ ബോധ്യം ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമത്രേ. हमारा लक्ष्य, हमारा उद्देश्य मसीह की वाणी में जीवन भराना. പാപികളായ വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും എന്നുള്ള കാര്യം നാം ജനത്തെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. पापी और अपराधियों को परमेश्वर से और उनका शिक्षा हो जाएगा, ये बात लोगों को समझाना हमारा कर्तव्य है. പാപിയായ ഒരു മനുഷ്യനെ ന്യായീകരിക്കുന്നത്, നീതീകരിക്കുന്നത് വിശ്വാസത്താൽ മാത്രമത്രേ, പ്രവർത്തികളാലല്ല എന്ന്. और एक व्यक्ति को धार्मिकता में लाते हैं, कामों की तरफ से नहीं, विश्वास की तरफ से. തിരുവചനത്തിലുള്ളതായ പ്രവചന സത്യങ്ങൾ നാം ഉൾക്കൊള്ളണം, അതിനുവേണ്ടി നാം നിലകൊള്ളണം. विश्वास के आधार पर है जो हम अपनाना और ग्रहण करना, उसके बारे में सोच विचार करना. ഈ സത്യം ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി അത്രേ നാം പോരാടുന്നത്. हमारा लड़ाई यही है, मसीह में से मसीह की ओर देखे हुए विश्वासियों, मसीह में रहने के लिए, जीने के लिए उपदेश देना हमारा कर्तव्य है. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം ഒരേ ഒരു വഴിയേ ഉള്ളൂ. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന്. मसीह की ओर जाने के लिए एक ही रास्ता है. मसीह ने कहा, मैं ही जीवन रक्षक, मैं ही हूं. അപ്പോ അതുകൊണ്ട് എന്തുകൊണ്ട് നാം പോരാടണം എന്ന് അതിന്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ അത്ര ഈ പറഞ്ഞത്. वही रास्ता पर रहने के लिए
हम क्या काम कार्य कर लड़ना चाहिए, वो बात वहां पर दिखाता है। മനുഷ്യന്റെ അരക്ഷിതാവസ്ഥ, ഒരിക്കൽ മനുഷ്യന് ന്യായവിധി ഉണ്ടാകുമെന്നും എന്നാൽ മനുഷ്യനെ നീതീകരിക്കുന്നത് വിശ്വാസത്താൽ മാത്രമാണ് എന്നും അത്രേ നാം അടിസ്ഥാനമായിട്ട് അതിനുവേണ്ടി അത്രേ നാം നിലകൊള്ളുന്നത്. मनुष्य की सिखावत जो मनुष्य को गिरावट में गिरा देंगे, लेकिन मसीह की वचन अटल रहने के लिए, स्वर्ग राज्य जाने के लिए शिक्षा देना हमारा कर्तव्य होता है। ആം, ഇനിയും എന്തുകൊണ്ട് നാം വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് നോക്കാം. ये विश्वास के लिए लड़ने का काम क्या फल मिलते हैं? കാരണം വിശ്വാസം ഇന്ന് ആക്രമിക്കപ്പെടുന്നു. कारण यही हमारा विश्वास अन्य जातियों के हाथ में बस जाते हैं। ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങള് ഇന്ന് തള്ളിക്കളയുന്നതായ ഒരു സമൂഹം അത്രേ നമുക്കുള്ളത്. आज के दिनों में विश्व मसीह की विश्वास वचन लोग त्याग करते हैं। त्यागा हुआ लोगों को आजकल देखते हैं। സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെയും അതുപോലെ മീഡിയയിലും ഒക്കെയും ദൈവവചനത്തിന് അല്ലെങ്കിൽ ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. स्कूल में और कॉलेज में और मंडलियों में भी और मसीह रहित रहने के लिए सिखाते हैं। അവിടെയൊക്കെയും ഇതാണ് നാം വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി സാക്ഷികളായി നിൽക്കേണ്ടിയിരിക്കുന്നു. मसीह हमको यही सिखाते हैं, ये कठिन परिस्थितियों में मसीह के लिए जीना, मसीह के लिए रहना। ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കുവാൻ തക്കവണ്ണം പിശാച് ആവോളം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്രേ നാം ആയിരിക്കുന്നത്. शैतान ने आज के दिनों में ऐसा प्रयत्न करते हैं, हमारा मसीह की उपदेश को नेव उल्टा डालने के लिए प्रयत्न करते हैं। സത്യത്തിന് സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം നമുക്ക് എഴുന്നേൽക്കാം. सच्चाई के लिए गवाह होने के लिए हम खड़ा हो जाए। സങ്കീർത്തനം 11-ന്റെ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അടിസ്ഥാനങ്ങൾ മറഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? भजन संहिता 11वां अध्याय 11वां भजन संहिता में ऐसा दिया है, और नेव उल्टा हो जाएगा तो धार्मियों ने क्या करेंगे? അതുകൊണ്ട് നാം ഇവിടെ ചിന്തിച്ചത് എന്തുകൊണ്ട് നാം വിശ്വാസത്തിന് വേണ്ടി പോരാടണം? കാരണം വിശ്വാസം അത് ഇന്ന് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. हमारा विश्वास त्याग हो जाता है। इसी कारण में यहूदी कहते हैं विश्वास में रहने के लिए लड़ाई आवश्यकता है। ഒരു വ്യക്തി പാപിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനോട് പാപത്തെ കുറിച്ച് സംസാരിക്കുകയാണ് എങ്കിൽ അത് ആ കുഞ്ഞിൻ്റെതായ വ്യക്തിത്വ വികസനത്തെ ദോഷമായി ബാധിക്കും. അതുകൊണ്ട് കുഞ്ഞ് പ്രായപൂർത്തിയാകുന്നവരെ ഇങ്ങനെയുള്ളതായ പാപം എന്നൊക്കെയുള്ള കാര്യങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കരുത് എന്നത്ര ഇന്നത്തെ ചിന്താഗതി. आज के दिनों में ऐसा सिखावत होता है, बाल बच्चों बढ़ते रहते हैं और उनका स्वभाव के विरोध में कुछ उनका सिखावत आकर उनका मन को तोड़ फोड़ने के लिए अवसर ना दे, उनका लालसा उनका इच्छा पर जाने दे। ബാലശിക്ഷ കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് നിർവചനം പഠിപ്പിക്കുമ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളെ ശിക്ഷ കൊടുക്കരുത് എന്നത്ര ഇന്നത്തെ ചിന്താഗതി. बच्चों को जो छोटा समय में उनका शिक्षा देना, दंड देना, उपदेश देना, ऐसा सिखावत छोड़कर ऐसा कुछ नहीं देना, बच्चों अपना लालसा में जाने के लिए अनुमति दे। ये आजकल दिनों में गुरु शिष्यों को सिखाते हैं। ചില ക്രിസ്തീയ രാജ്യങ്ങളിൽ പോലും പരസ്യമായ സുവിശേഷം പ്രസംഗിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വിലക്കപ്പെട്ടിരിക്കുന്നു. അവരെ ജയിലിൽ പിടിച്ചിടാറുണ്ട്. अन्य राज्यों में भी मसीह की नाम लिया हुआ राज्यों में ही मसीह की वचन घोषणा करते हैं, उनको पकड़कर जेल खाने में डालते हैं। ഇനിയും നാം ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നാം ഹൗ വി ആർ ടു ഡിഫെൻഡ് ദ ഫെയ്ത്ത്, വിശ്വാസത്തെ നാം എങ്ങനെ സംരക്ഷിക്കും? अभी और आना चिंता
चिंता करते हैं, करे विश्वासियों ने कैसा उपयोग करना, पकड़ कर रखना. ഒന്നാമതായിട്ട് നാം ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ടുള്ളതായ ഒരു ജീവിതം കാഴ്ചവെക്കണം. एक प्रथम बात है, अब उपदेश देता है, मसीह की उपदेश उनका वो ही देते हुए सिखावत होना. ക്രിസ്തുവിന്റെ ആ സാദൃശ്യത്തിലുള്ളതായ ഒരു ജീവിതം മനോഹരമായിട്ടുള്ളതായ ആ ഒരു ക്രിസ്തുവിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തിന് വേണ്ടി നിൽക്കാം. यीशु मसीह को नमूना होकर उसको दिखा, वो भी ने हमें सिखाया, वो बात दूसरों को सिखाने के लिए हम प्रयत्न करना. രണ്ടാമത് ക്രിസ്തുവിന്റെ ദൈവ വചനം പ്രസംഗിക്കാം. दूसरा है मसीह की वचन की घोषणा करे. പിന്നെയും സുവിശേഷത്തിന് വേണ്ടിയും കഷ്ടത നമുക്ക് സഹിക്കാം. और भी सुसमाचार के लिए दुख उठाए. ഇന്നും ദശലക്ഷക്കണക്കിന് ആളുകള് സുവിശേഷത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ തന്നെയും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ, ത്യാഗം ചെയ്യുന്നതായ ഒരു കാലഘട്ടമാണല്ലോ. आज के दिनों में भी बहुत सारे लोग अपना जीवन मसीह के लिए देता, जीवन त्याग करने वाले को हम देखते हैं. ദാനിയേലിനെ പോലുള്ളതായ ഒരു ഉറച്ച നിലപാടെടുക്കുന്നവരായി തീരാം നമുക്ക്. दानियल के इतिहास के आधार पर निर्णय की बातों में सिर रहे, आगे बढ़े. ഇന്ത്യൻ പട്ടാളത്തിലുള്ളതായ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഈ നാളുകളിൽ പിരിച്ചുവിട്ടു. इंडिया में एक उन्नत पदवी में बैठा हुआ एक व्यक्ति को उन्होंने वो पदवियों में से निकाल दिया है. തന്റെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ളതായ ഡ്യൂട്ടി ചെയ്യുന്നതിന് അദ്ദേഹം വിസമ്മതിച്ചു. और उन पर विश्वास था, वो विश्वास को पूछताछ किया, वो उसका उल्लंघन किया, इसी कारण में तुम काम में आना नहीं कहकर उनको निकाल दिया है. ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ അവർ തയ്യാറാകുന്നില്ല, അതുകൊണ്ട് അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. मसीह को त्याग करने के लिए उन्होंने तैयार नहीं, इसी कारण में बहुत नष्ट हो गया, नुकसान पाया. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ സുവിശേഷത്തിന് വേണ്ടി അവരുടെ ജീവൻ തന്നെയും ത്യജിക്കുകയുണ്ടായി. हमारा पुरखाओं ने बहुत सारे लोग मसीह की उपदेश सिर पकड़कर अपना जिंदगी को त्याग किए हुए लोग हैं. മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആരെങ്കിലും എന്റെയും സുവിശേഷവും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. मरकोस की सुसमाचार में यही दिया है, कोई भी एक व्यक्ति मसीह और उनके सुसमाचार के कारण अपना जीवन खो जाएगा तो स्वर्ग राज्य में उनको प्रतिफल होता है. അപ്പോസ്തല പ്രവൃത്തികളിൽ നാം സ്തെഫാനോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. प्रेरितों का काम है, स्तेफानोस के बारे में हम देखते हैं. താൻ പരസ്യമായിട്ട് സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആളുകൾ എല്ലാവരെയും തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുകയത്രേ ചെയ്തത്. और खुले दीदी पर मसीह की आज्ञाकारी होकर आज्ञा दी, इसी कारण में स्तेफानोस को उन्होंने पत्रवाह किया है. അവർ ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്ന് അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്തേക്ക് കല്ലെറിഞ്ഞു. उन्होंने एक चित्त एक मन होकर आकर पत्रवाह कर गिरा दिया, मार दिया, शहर से बाहर निकालवाया. അവനോ മുട്ടുകുത്തി, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ये स्तेफानोस को पत्रवाह किया, तब स्तेफानोस ने घुटना टेकर प्रार्थना किया, ये होवा, ये मसीह, ये अपराध, ये गुना उनका ऊपर सदा सर्वदा रहना नहीं, ये कहकर उन्होंने मृत्यु पाया. നാം എങ്ങനെയാണ് ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നതെന്നത്രേ ഇപ്പോൾ നാം ചിന്തിച്ചത്. हम चिंता किया है विश्वास के लिए कैसा लड़ना है. ക്രിസ്തുവിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ളതായ ഒരു മനോഹരമായ ജീവിതം കാഴ്ചവെക്കുവാൻ നമുക്ക് കഴിയണം. और मनोहर रूपी
इसके मतलब मसीह में अटल रहकर देखने और बाई में मोड़ना नहीं, मसीह की विश्वास सिर पकड़ते है, हमारे आयु बढ़कर मसीह के लिए जिए। ഈ സുവിശേഷം മറ്റുള്ളവരോട് പങ്കിടുവാൻ നാം തയ്യാറാകുക. ये सुसमाचार औरों के साथ बांटना हमारा जरूरत है. ഈ വിശ്വാസത്തിന് വേണ്ടി, ഈ സത്യവചനത്തിന് വേണ്ടിയും നാം കഷ്ടത അനുഭവിക്കുവാൻ തയ്യാറാകണം. ये विश्वास के लिए दुख उठाने के लिए तैयारी होना चाहिए. അനവധി ദൈവദാസന്മാരുടേതായ ചരിത്രം ഈ അപ്പോസ്തല പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. अनेक परमेश्वर के दासों अपना जीवन खो दिया, इसके बारे में प्रेरितों का काम में लिखा गया है. അതുകൊണ്ട് ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഇന്ന് അപകടാവസ്ഥയിലായിരിക്കുന്നു. आजकल के विश्वास जीवन बड़ा खतरनाक में है. അനവധി യുവാക്കൾ ഇന്ന് ലോകത്തിന്റെ പിന്നാലെ പൈശാചികമായിട്ടുള്ളതായ കാര്യങ്ങളിൽ ആകൃഷ്ടരായിട്ട് അവര് ഒരു പ്ലഷർ സീക്കിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. अनेक विश्वासी गण आजकल मसीह के ऊपर भरोसा नहीं रखते और आमतौर पर अन्य जातियों का उपदेश लाते, उसमें जीवन बिताते हैं. ഈ സത്യവചനത്തിൽ നിന്നും ഇങ്ങനെ ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. सच्चाई वचन में से लोग पीछे की ओर फिरते हैं और खो जाते हैं. സുവിശേഷം അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നത് അത് കാലഹരണപ്പെട്ട ഒന്നത്രേ ഇവരുടെ ചിന്താഗതി. लोग ऐसा सिखाते हैं बाइबल बहुत पुराना पुस्तक है, उसको पीछे हटा दे, नया उपदेश में लाए. വചനത്തെ ഉപേക്ഷിച്ചിട്ട് ശിംശോനെ പോലെ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്തുകൊണ്ട് അതാണ് ശരി എന്ന് परमेश्वर की धर्मशास्त्र त्याग कर कर शिमशोन की न्याय अन्य उपदेश लाया है, व्यक्तित्व है, ये दिखाते हैं. അതുകൊണ്ട് ശക്തമായി ഈ നാളുകളിൽ സുവിശേഷത്തിന് വേണ്ടി, സത്യവചനത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി നമുക്ക് പോരാടാം. सच्चाई सामर्थ्य अनुग्रह में अपना जीवन परमेश्वर के हाथों में समर्पण कर देते हुए मसीह के लिए जीने के लिए हम लड़ चुके हैं. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ये वचनों से प्रभु हम सबों को आदर अनुग्रह दिया दे. ട്രാൻസ്ലേറ്റ് ചെയ്തായ ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു. Praise the Lord.